ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. റാബീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ചോറിനൊപ്പം സൈഡ് ഡിഷായി കഴിക്കാൻ പറ്റിയതും ഏകദേശം ബീഫ് ഫ്രൈഡേ ടേസ്റ്റിലുള്ളതും അതുപോലെ തന്നെ വെജിറ്റേറിയൻസുകാർക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകുന്നതുമായ ഒരു ചേന ഫ്രൈ എങ്ങനെ ചെയ്യാമെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനായി 1/2 കിലോ ചേന എടുത്തിട്ട് ഞാൻ ഇതുപോലെ തിന്നായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ്. ഈ പൊടികളൊക്കെ ഈ ചേനയിലേക്ക് നല്ലതുപോലെ കോട്ടാകുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം അപ്പോൾ തന്നെ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഒരു പാൻ ചൂടാകുമ്പോഴേക്കും അതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും അതിലേക്ക് മസാല പുരട്ടി വെച്ചിട്ടുള്ള ചേന കുറേശ്ശെ ഇട്ട് കൊടുക്കാം. ഇനി ഇത് അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ തുറന്നിട്ട് ഇളക്കി കൊടുക്കാനായി ശ്രദ്ധിക്കണം. ഒരു ലൈറ്റ് ബ്രൗണൊക്കെ ആയി കഴിയുമ്പോഴേക്കും ഒരെണ്ണം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. വെന്തിട്ടുണ്ടെങ്കിൽ അത് പാനിൽ നിന്ന് മാറ്റാവുന്നതാണ്. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അടുത്ത ബാച്ചും ഇതുപോലെ അടച്ചു വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. എല്ലാം ഇതുപോലെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അതേ പാനിൽ തന്നെ വീണ്ടും ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിക്കുകയാണ്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും 4 ചെറിയ അല്ലി വെളുത്തുള്ളി സ്ലൈസ് ചെയ്തെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുക്കാം. പിന്നീട് ഞാനിതിലേക്ക് ചെറുതായി കട്ട് ചെയ്തിട്ടുള്ള തേങ്ങാക്കൊത്ത് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് ചെറുതായി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുകയാണ്. പിന്നീട് ഇതിലേക്ക് ഒരു വലിയ സവാള ചെറുതായി കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സവാളയ്ക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായി മിക്സ് ചെയ്തിട്ട് ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആവുന്നത് വരെ വെയിറ്റ് ചെയ്യാം. ഈ ഒരു കളർ ആകുമ്പോഴേക്കും കുറച്ച് മസാലപ്പൊടികൾ കൂടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നീട് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും അതുപോലെ തന്നെ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും അല്പം ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെയൊക്കെയായി റോസ് സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലായിരുന്നു. ഈ സമയം അത്യാവശ്യം നല്ലതുപോലെ തന്നെ കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചേന കൂടി ഇട്ട് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഈ ചേന ഫ്രൈ മറക്കാതെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അടുത്തുള്ള ആ ബെല്ലൈക്കൺ മറക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുകയും ചെയ്യണേ. അതുപോലെ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്തേക്കണേ. അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.